ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. കുറച്ച് ചെമ്മീൻ കിട്ടിയപ്പോൾ തോന്നിയതാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചെമ്മീനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മസാല പിടിപ്പിച്ച് വെക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരുപാട് നേരമൊന്നും വെക്കണ്ട, ചെമ്മീൻ പെട്ടെന്ന് ഉപ്പ് പിടിക്കുകയൊക്കെ ചെയ്യും. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകരുത്, ഒരു മീഡിയം രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തത് നമ്മൾ ലാസ്റ്റാണ് ചോറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 1 ജാതിപത്രിയും 4-5 ഗ്രാമ്പു 2 ഏലക്കായ തൊലി കളഞ്ഞത്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് 2-3 മീഡിയം സൈസ് സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. അതും ഇതുപോലെ നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുത്തത്. ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമ്മളെ ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടാവുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബിരിയാണി റെഡിയായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ ബിരിയാണി റൈസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ബിരിയാണി എന്നൊക്കെ പറയുന്നത്. കുറച്ചൊന്ന് മസാല റെഡിയാക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ദമ്മിൻ്റെ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ടാണ് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. വെറും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ചോറ് ഇവിടെ സെർവ് ചെയ്യാണ്. ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.